വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സർവചരാചര സൃഷ്ടാവാം ദൈവമേ സത്യസനാതന ചൈതന്യമേ പുണ്യം വഴിയും കാരുണ്യരശ്മികൾ എന്നും ഞങ്ങളിൽ തൂകണം എന്നും ഞങ്ങളിൽ തൂകണം. ഇനി കഴിഞ്ഞ 25 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം മുഖങ്ങൾ, കാരണം ഇപ്പോൾ ഇവിടെ കുറെ അധികം സ്റ്റാഫുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോരുത്തരും അവരുടെ കാലത്ത് ഏറ്റവും ഭംഗിയായി ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് അല്ലെങ്കിൽ പോലും പാർട്ണർഷിപ്പായിട്ട് പാവർട്ടിയിലെ ഏറ്റവും മികച്ച ഒരു സിഗ്നേച്ചർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു വ്യാപാര സമുച്ചയം തന്നെ നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. അപ്പൊ അതിന് ഈശ്വരനോടും അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നിങ്ങളുടെ ടീം, കാരണം ഒറ്റയ്ക്കുള്ള പ്രസ്ഥാനമല്ല, സോജിയുണ്ട്, പിന്നെ പാർട്ട്നേഴ്സ് ഉണ്ട്, അങ്ങനെ പലരുണ്ട്. എന്താ തന്നെയും നമുക്കും അതിന് ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മുമ്പ് ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണ്. അപ്പൊ അതിന് ഞാൻ പ്രത്യേകമായിട്ട് എല്ലാവരെയും അഭിനന്ദിക്കുകയും അതോടൊപ്പം നന്ദി പറയുകയും ചെയ്യുന്നു. പിന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത, എല്ലാവരും മറക്കാൻ പറ്റാത്തവർ തന്നെയാണ്, എന്നാൽ പോലും എടുത്തു പറയേണ്ട 2 വ്യക്തിത്വങ്ങളുണ്ട്. സ്ഥാപനത്തിന്റെ തുടക്കം തൊട്ട് ഇപ്പൊ വരെ നമ്മുടെ കൂടെയുള്ള ജോയിൻ ടീച്ചർ. ഞാൻ 2001 ഇവിടെ ജോയിൻ ചെയ്തത്. 21 വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞു. അവിടെ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ കാലങ്ങൾ കഴിഞ്ഞു പോയി. ഓഫീസിൽ നിന്ന് ഭാഗമായത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. അങ്ങനെ നല്ലൊരു ജീവിത കാലഘട്ടം തന്നെ ഞാൻ ആസ്വദിച്ചത് സ്ഥാപനത്തിലാണ്. എന്റെ വീട്ടിലോ സ്കൂളിലോ ഒക്കെ ഉണ്ടാകാനെക്കാട്ടും കൂടുതൽ സമയം എനിക്ക് എന്റെ ഓഫീസാണ് എന്റെ ഒരു എന്താ പറയാ അടിച്ചു പൊളിച്ച് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും തെറ്റാണോ ശരിയാണോ അറിയില്ലെങ്കിലും അതിന് നല്ല തീരുമാനമായിരിക്കുന്ന ഒരു സപ്പോർട്ടിലാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അവസരം തന്നെയാണ്. എനിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനും സാധിച്ചത് സാറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അതൊരു സ്റ്റാഫ് എംപ്ലോയി അങ്ങനെയായിട്ടല്ല നോക്കാൻ, ഒരു ഫാമിലി ആയിട്ട്, ഒരു ഫാമിലി മെമ്പർ ആയിട്ട് എല്ലാവരും പ്രോത്സാഹിച്ച് തങ്ങളുടെ കൂടെ നിർത്തി എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. ആ സ്വാതന്ത്ര്യം തരുന്നതാണ് ആ ഒരു വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം. അപ്പൊ കാരണം പണ്ടത്തെ ആ ഒരു ശൈലി മാറി ഇപ്പൊ ഒരു സ്നേഹബന്ധത്തിലൂടെ ബിസിനസ് ചെയ്യാന്ന് പറയുന്ന ലൈനാണ് ഇപ്പോഴത്തെ പുതിയ മോഡേൺ ടെക്നോളജി. അതിലാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മുതലാളിയും തൊഴിലാളിയും ഇല്ല, ശംഖുകൾ മാത്രം. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. തുടർന്നും നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുന്നിമരത്തേരുയല്ലാടി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ, മാരൻ നിന്നെ കൂകി കുറുകി കൂട്ടുവിളിക്കുന്നേ. കൊക്കുരു കുരു കുരു കൂവി കുറുകി കുന്നിമരത്തേരുയല്ലാടി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ, മാരൻ നിന്നെ കൂകി കുറുകി കൂട്ടുവിളിക്കുന്നേ. തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ, ഹോയ് തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ. ഇത്രയും നാളെ ഞാൻ നിന്നപ്പോ ചെറിയൊരു കൂട് തന്നെ പറയാം. അവിടെ നിന്ന് തുടങ്ങി ഇപ്പൊ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അത്രയും വലുതായെന്ന് കാണുമ്പോ അതിനൊരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതിലും അതിയായ സന്തോഷവുമുണ്ട്.
കുക്കുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിയുടെ സ്റ്റുഡൻ്റ് ആണ്. അതിനേക്കാളും ഇവർ എത്ര ഉയർന്നാലും ആളുടെ വളർന്നു വന്ന സാഹചര്യവും കാര്യങ്ങളും മറക്കാതെ എപ്പോഴും ആ എളിമ കാത്തു സൂക്ഷിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് കുക്കുവിനെ മറ്റുള്ള കലാകാരന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ആളിപ്പോ എറണാകുളത്ത് അദ്ദേഹത്തിന് സ്ഥാപനമായി, അങ്ങ് ദുബായിലായി. നമ്മൾ മനസ്സിലാക്കണം, ഇളവള്ളിയിൽ നിന്ന് വളർന്ന് വലുതായി ഇപ്പൊ ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു പേഴ്സണാലിറ്റിയാണ് കുക്കു. പക്ഷെ അതിന്റെ ഒരു സംഭവം അഹങ്കാരം ആളുടെ മുഖത്തില്ല. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇനി നമ്മുടെ പുസ്തക പ്രകാശനത്തിലേക്ക് കിടക്കുകയാണ്. എന്റെ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ചങ്കുകള് ചെയ്ത, അതായത് ഒരു ഗിഫ്റ്റ് തരാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അതിന് കുറെ പ്രതിബന്ധങ്ങൾ ഉണ്ടായി. ആ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ആ സമ്മാനം തന്നതിന്റെ കഥയാണ് ചങ്കോൾസ്. അപ്പൊ ചങ്കോൾസ് എന്ന് പറയുന്ന പുസ്തക പ്രകാശനത്തിന് വേണ്ടി നമ്മുടെ സുഹൈൽ കുക്കുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ജോസഫിനെയും മാഷിനെയും ക്ഷണിക്കുന്നു. പാവറട്ടിയിൽ ഏറ്റവും മികച്ച രീതിയിൽ നടക്കുന്ന അക്ഷയ കേന്ദ്രം നാളെ മുതൽ ഈ കെട്ടിടത്തിൽ ആരംഭിക്കുന്നു എന്നുള്ളത് പാവറട്ടി വികസിക്കുന്നതിൻ്റെ അടയാളമായി കാണാനാണ് എനിക്ക് ഇഷ്ടം. അക്ഷയ കേന്ദ്രത്തെ ഇത്രയും മികച്ച രീതിയിൽ ജനോപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ചങ്കോൾസിനും അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ സ്ഥാപനം പാവറട്ടിയുടെ ഹൃദയമായി മാറട്ടെ. കൂടുതൽ കച്ചവട സ്ഥാപനങ്ങൾ ഈ കെട്ടിടത്തിൽ വളർന്നു വരട്ടെ. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതൊരു കുടുംബ വേദിയായിട്ട് എല്ലാവരും പരസ്പരം സഹോദരങ്ങളെ പോലെ, മക്കളെ പോലെ, സഹോദരിമാരെ പോലെ ഒക്കെ സ്നേഹത്തിലും സഹോദരത്തിലൂടെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നത് കാണുമ്പോൾ അതും ഒരു കാര്യം വ്യക്തമാണ്. ഇത് തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ, ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ നിധാനം. ഇത്രയും നല്ലൊരു സ്ഥാപനത്തെ നട്ടു നനച്ച് വളർത്തി ഇത്രയും വലുതാക്കിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നേരത്തെ സോണി മാഷ് സൂചിപ്പിച്ച പോലെ ഇതൊരു ചിറ്റാട്ടുകരക്കാരനാണല്ലോ എന്ന് അഭിമാനത്തോടെ ഓർക്കുന്ന നിമിഷങ്ങൾ കൂടിയാണ്. അപ്പൊ ഇവരുടെ ഒപ്പം ഈ വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ ഒരു സന്തോഷം. അതിലുപരിയായിട്ട് ഒരു ഫാമിലി പോലെ നിൽക്കുന്ന കുറെ ആളുകളോട് സംവദിക്കാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷം. അതിലേക്ക് എന്നെ കൂടി ഈ ഒരു വേദിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഫാമിലിയിലേക്ക് ചേർത്തതിൽ അതിലേറെ സന്തോഷം. മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്, ഹൃദയരാഗം ചിറകിൽ വിരിയും മധുര വീഞ്ഞിൽ ശലഭം വരവായി അടടപ്പയ്യ അഴകിതയ്യ ഉടലിതൊന്നായി ഒഴുകാൻ ഒരു കുറിവ. തൊട്ട് തൊട്ട് നിന്ന് മുട്ടി മുട്ടി വന്ന് മുത്തം മുത്തമിട്ടതാകാനേ, കണ്ണ് കണ്ണെറിഞ്ഞ് കാത്തു കാത്ത തനി കട്ടെടുത്ത കള്ളക്കാമുകനെ. ഓർമ്മകൾ പെയ്ത പാതയിൽ നമ്മൾ വീണ്ടും ഒന്നായിതാ, താരകം നെയ്ത കൂട്ടിലെ കുഞ്ഞു ജാലകം ചാരി ഞാൻ. അക്ഷയയില് 2 മാസം മാത്രം വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്കത് ഭയങ്കര ഓർമ്മകളായിട്ട് എന്നും എൻ്റെ മനസ്സിൽ തങ്ങി കൊടുക്കുന്നൊരു സംഭവമാണ്. എനിക്ക് ഇന്നിപ്പോൾ അവിടുന്ന് പിരിഞ്ഞു പോകുന്നതിൽ ഭയങ്കര അധികം വിഷമമുണ്ട്. എല്ലാവരെയും